ടോറന്റോ സ്റ്റേഡിയത്തിൽ റഫറിയുടെ ആ അവസാന വിസിൽ മുഴങ്ങുമ്പോൾ അവിടെ തടിച്ചുകൂടിയ പതിനായിരങ്ങൾ കണ്ടത് കേവലം ഒരു ഫുട്ബോൾ മത്സരത്തിന്റെ വിജയമായിരുന്നില്ല. അത് കാൽപന്ത് ലോകം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത കണ്ണീരിൽ കുതിർന്നൊരു ആദരമായിരുന്നു. ക്രൊയേഷ്യക്കെതിരെ 1-2 ഗോളുകൾക്ക് പോർച്ചുഗൽ നേടിയ ആ നാടകീയ വിജയം വിധി അകാലത്തിൽ തട്ടിയെടുത്ത തങ്ങളുടെ പ്രിയപ്പെട്ട സഹതാരം ഡിയാഗോ ജോട്ടയ്ക്കുള്ള ഒരു ടീമിന്റെ കണ്ണീർ സമർപ്പണമായിരുന്നു. കൃത്യം 1 വർഷം മുൻപ് ഇതേ ജൂലൈ 3-നായിരുന്നു ആ കറുത്ത ദിവസം. ഫുട്ബോൾ ലോകത്തെ ആകെ നടുക്കിക്കൊണ്ട് സ്പെയിനിൽ വെച്ചുണ്ടായ ആ കാർ അപകടം ഡിയാഗോ ജോട്ടയെയും സഹോദരൻ ആന്ദ്രയെയും തട്ടിയെടുത്തു. കരിയറിന്റെ ഏറ്റവും സുവർണ കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട മാതൃരാജ്യത്തെ ലോകകപ്പ് വേദിയിൽ പ്രതിനിധീകരിക്കണമെന്ന ആ വലിയ സ്വപ്നം ബാക്കി വെച്ചാണ് 28-ാം വയസ്സിൽ ജോട്ട മടങ്ങിയത്. ആ വേർപാടിന്റെ 1-ാം വാർഷിക ദിനത്തിൽ തന്നെ പോർച്ചുഗൽ തങ്ങളുടെ ഏറ്റവും നിർണായകമായ ലോകകപ്പ് നോക്കൌട്ട് മത്സരത്തിനിറങ്ങിയത് ഒരു പക്ഷേ കാലത്തിന്റെ കാവ്യനീതിയാകാം. ഫിഫ നിയമപ്രകാരം ലോകകപ്പിൽ ഒരു രാജ്യത്തിന് 26 കളിക്കാരെ മാത്രമേ അണിനിരത്താനാകൂ. എന്നാൽ ടൂർണമെന്റിന് മുൻപ് പോർച്ചുഗൽ ടീം പ്രഖ്യാപിച്ചപ്പോൾ പരിശീലകൻ റോബർട്ടോ മാർട്ടിനസ് വികാരഭരിതനായി പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു: ഡിയാഗോ ജോട്ട കളിക്കളത്തിൽ ഉണ്ടാകില്ല, പക്ഷേ അവൻ ഞങ്ങളുടെ 27-ാം പടയാളിയായി കൂടെ തന്നെ ഉണ്ടാകും. അതെ, ഇന്ന് മൈതാനത്ത് ജോട്ടയുടെ ഓർമ്മകളാണ് തങ്ങളെ നയിക്കുന്നതെന്ന് ആ ചുവപ്പൻ പട തെളിയിച്ചു. മത്സരത്തിന് മുൻപ് സ്റ്റേഡിയത്തിലെ വമ്പൻ സ്ക്രീനിൽ ജോട്ടയുടെ ചിരിക്കുന്ന ചിത്രം തെളിഞ്ഞപ്പോൾ മൈതാനത്തെ കളിക്കാർക്കൊപ്പം ഗ്യാലറിയും ഒരു പക്ഷേ വിതുമ്പിപ്പോയിട്ടുണ്ടാകണം. മത്സരം അത്ര എളുപ്പമായിരുന്നില്ല. കരുതലോടെ തുടങ്ങിയ ആദ്യ പകുതിക്ക് ശേഷം 52-ാം മിനിറ്റിൽ ഇവാൻ പെരിസിച്ചിലൂടെ ക്രൊയേഷ്യ ലീഡെടുത്തപ്പോൾ പോർച്ചുഗീസ് ആരാധകർ നെഞ്ചുരുകി. പക്ഷേ തോറ്റുകൊടുക്കാൻ ആ പോരാളികൾ തയ്യാറല്ലായിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഇതിഹാസത്തിന്റെ ക്ലാസ് വ്യക്തമാക്കിയ ഒരു മനോഹര ഗോൾ ഓഫ് സൈഡ് കെണിയിൽ വീണെങ്കിലും അദ്ദേഹം പിന്മാറിയില്ല. 68-ാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി കൃത്യമായി വലയിലെത്തിച്ച് റൊണാൾഡോ പോർച്ചുഗലിന് പുതുജീവൻ നൽകി. ലോകകപ്പ് നോക്കൌട്ടുകളിൽ റൊണാൾഡോ സ്കോർ ചെയ്യുന്നില്ലെന്ന വിമർശകരുടെ വായടപ്പിച്ച ഗോൾ. അതോടൊപ്പം ലോകകപ്പ് നോക്കൌട്ട് ചരിത്രത്തിൽ സ്കോർ ചെയ്യുന്ന ഏറ്റവും പ്രായം കൂടിയ താരമെന്ന റെക്കോർഡ് കൂടി ആ ബൂട്ട്സ് സ്വന്തമാക്കി. മത്സരം അധിക സമയത്തേക്ക് നീങ്ങുമെന്ന് എല്ലാവരും ഉറപ്പിച്ച നിമിഷം ക്ലോക്കിൽ 94-ാം മിനിറ്റ് ഇടതു വിങ്ങിൽ നിന്ന് റാഫേലിയാവോ അളന്നു തൂക്കി നൽകിയ ഒരു മനോഹരമായ ക്രോസ്. ബോക്സിനുള്ളിലേക്ക് പകരക്കാരനായി വന്ന ഗോൺസാലോ റാമോസ് 2 പ്രതിരോധ നിരക്കാർക്കിടയിലൂടെ വായുവിൽ ഉയർന്നു ചാടി ഒരു ബുള്ളറ്റ് ഹെഡറിലൂടെ വലക്കുള്ളിലാക്കി. ആ ഫിനിഷിങ്ങിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഉയരത്തിന്റെ പരിമിതികളെ കാറ്റിൽ പരത്തി കൃത്യമായ ടൈമിങ്ങിലൂടെ ഹെഡറുകൾ ഗോളാക്കി മാറ്റുന്ന ഡിയാഗോ ജോട്ടയുടെ ഒരു അദൃശ്യ സാന്നിധ്യം ആ ഹെഡറിലുണ്ടായിരുന്നു. അവസാന സെക്കൻഡിൽ ക്രൊയേഷ്യ തിരിച്ചടിച്ച ഗോൾ വാർ പരിശോധനയിൽ ഓഫ് സൈഡ് ആണെന്ന് വിധി വന്നതോടെ മാത്രമാണ് പോർച്ചുഗീസ് ക്യാമ്പിൽ ശ്വാസം നേരെ വീണത്. ഒപ്പം മറ്റൊരു ഇതിഹാസത്തിന്റെ ഇന്റർനാഷണൽ കരിയറിലെ ലാസ്റ്റ് ഡാൻസ് അവിടെ അവസാനിക്കുന്നു. ലൂക്ക മോഡ്രിച്ച് വിസിൽ മുഴങ്ങിയതും കളി ജയിച്ച ആഹ്ലാദത്തിലല്ല റൊണാൾഡോയും കൂട്ടരും ഓടിയെത്തത്. ക്രിസ്ത്യാനോ റൊണാൾഡോ ജോട്ടയുടെ 21-ാം നമ്പർ ജേഴ്സി നെഞ്ചോട് ചേർത്ത് ആകാശത്തേക്ക് വിരൽ ചൂണ്ടി ആ വിജയം സമർപ്പിച്ചു. അപ്പോൾ ആ ടീമിന്റെ വിജയാഘോഷം കണ്ണീരിന്റെ നനവുള്ളതായി മാറി. ലോകകപ്പ് കിരീടം ഉയർത്തുക എന്നത് ജോട്ടയുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു. ആ സ്വപ്നത്തിലേക്ക് പോർച്ചുഗൽ ഇനി ഒരു പടി കൂടി അടുത്തു കഴിഞ്ഞു. അവർക്കൊപ്പം അങ്ങ് ദൂരെ കണ്ണെത്താ ദൂരത്തെവിടെയോ ഇരുന്ന് ജോട്ടയും ഇപ്പോൾ പുഞ്ചിരിക്കുന്നുണ്ടാകും.